ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അതായത് മീൻ മുളക് ഇടുന്ന അതേ രീതിക്കുള്ളൊരു കോഴിമുട്ട മുളകിട്ടതിൻ്റെ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കോഴിമുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടയ്ക്ക് അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറിയ ചൂടിലൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 4 കോഴിമുട്ടയ്ക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോള ഇതേമാതിരി നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ 2 സവോള എന്തായാലും എടുക്കണം. ഇത്രയും സവോള നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3 മീഡിയം സൈസ് തക്കാളി പഴുത്തത്. ഇതിൻ്റെ പകുതി നമ്മൾ വഴറ്റാൻ എടുത്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ പകുതി 1.5 തക്കാളി നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മുളക് ഇടുമ്പോൾ അതേമാതിരി സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ നമ്മൾ എരിവെല്ലാം പാകത്തിന് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. ചൂടാക്കിയ പൊടി ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അതേ ചീനിച്ചട്ടിയിൽ ഒരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ പുഴുങ്ങിയ കോഴിമുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം ഇതേപോലെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണയിലൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം മുളക് പൊടി അതിലേക്ക് ഇതപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ലൈറ്റ് ചൂടിൽ നമ്മളൊരു 1.5 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ചെറുതായിട്ടൊന്ന് കളർ മാറി ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മളത് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ എന്താച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ 1/4 സ്പൂണ് ഉലുവ പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. കൂടെ പച്ചമുളകും ചേർത്ത് വഴറ്റണം. അപ്പോൾ അതിൻ്റെ ഇതളൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സവോള അല്പം നന്നായിട്ട് ആ കറികളിൽ കാണണം. അപ്പോഴാണ് അതിന് നല്ല രുചി, കഴിക്കാനും നല്ല രുചി ഉണ്ടാവുക. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇതേമാതിരി ഒരു 1.5 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൂടാക്കി വെച്ച പൊടികളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീൻ മുളകിട്ടതിൽ പുളി ചേർക്കും, പക്ഷേ ഇതിൽ പുളിൻ്റെ ആവശ്യമൊന്നുമില്ല. തക്കാളി തന്നെ നല്ല രുചിയാണ്. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുളകിട്ട ഗ്രേവിയുടെ ഒരു തിക്കിന് കണക്കാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് ആ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേ പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അതേമാതിരി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇപ്പോൾ നോക്കി പോരാത്ത ഉപ്പുണ്ട്, കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം ആ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഴിമുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റെങ്കിലും ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിൽ മുട്ടയുടെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂണിലധികം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ കറിയായി. അപ്പോൾ ഇതേപോലെ മുട്ട കറി, അതായത് മുട്ട മുളകിട്ടത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുവിധം ചൂടാറിയതിന് ശേഷം ഞാൻ അത് കാണിച്ചു തരാം. ഗ്രേവി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാറ്റിനും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ മുട്ട വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും. കോഴിമുട്ട ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ അമ്മമാർക്കൊക്കെ നല്ല സുഖമാണ്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ. ഇന്നിപ്പോൾ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്